കേരളം ഇന്ന് ഗൗരവകരമായ ഒരു രാഷ്ട്രീയ മാറ്റത്തിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. പഴയ കാലത്തെ പത്രവാർത്തകൾക്കും നീണ്ട പ്രസംഗങ്ങൾക്കുമപ്പുറം സോഷ്യൽ മീഡിയയുടെ അതിവേഗ ചലനങ്ങളും ജെൻസി അല്ലെങ്കിൽ 2K കിഡ്സിന്റെ ഒരു കാലത്തുമാണ് നാം ജീവിക്കുന്നത്. ഈ തലമുറയുടെ രാഷ്ട്രീയ ബോധ്യങ്ങളും വ്യത്യസ്തമാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയെക്കുറിച്ചുള്ള ചർച്ചകളും എല്ലാം സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. വി.ഡി. സതീശൻ എന്ന നേതാവ് ഇന്ന് ജനമനസ്സുകളിൽ, പ്രത്യേകിച്ച് യുവാക്കളുടെയും പ്രവാസികളുടെയും ഇടയിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തുന്നത് അദ്ദേഹം പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷം നിയമസഭയ്ക്കകത്തും പുറത്തും നടത്തിയ ക്രിയാത്മകമായ ഇടപെടലുകൾ കാരണമാണ്. കെ.സി. വേണുഗോപാലിനെ പോലെ ഡൽഹി രാഷ്ട്രീയത്തിൽ കരുത്തരായ നേതാക്കളോ ചെന്നിത്തലയെ പോലെ ദീർഘകാലത്തെ പ്രവർത്തന പാരമ്പര്യമുള്ളവരോ ഉണ്ടെങ്കിലും ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നത് ജനങ്ങളോട് അവരുടെ ഭാഷയിൽ സംവദിക്കാൻ കഴിയുന്ന സോഷ്യൽ മീഡിയയിലെ കാർഡുകൾക്കും ഹസ്ത വീഡിയോകൾക്കും അപ്പുറം കൃത്യമായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. ബി.ജെ.പിയെ പോലെയുള്ള പ്രസ്ഥാനങ്ങൾ IT സെല്ലുകളിലൂടെയും യുവനിരകളിലൂടെയും രാഷ്ട്രീയത്തെ ഹൈജാക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ, കോൺഗ്രസ് പോലെയുള്ള വളരെയധികം പാരമ്പര്യമുള്ള പാർട്ടികൾക്ക് അതിജീവിക്കുവാൻ വി.ഡി. സതീശനെ പോലെയുള്ള പുതുതലമുറക്കാർ വളരെ അത്യാവശ്യമാണ് എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ജനങ്ങളുമായി ഐഡിയോളജിക്കലായിട്ട് സംസാരിക്കുവാനുള്ള കഴിവുള്ള കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുള്ള ആളുകൾ വരേണ്ടിയിരിക്കുന്നു. കെ.സി. വേണുഗോപാൽ ദേശീയ രാഷ്ട്രീയത്തിൽ പാർട്ടിയെ സാമ്പത്തികമായും സംഘടനാപരമായും അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായും ഒക്കെ നമുക്ക് കണക്കാക്കാമെങ്കിലും അദ്ദേഹം കേരളത്തിലെ സാധാരണക്കാരായ വോട്ടർമാരുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വി.ഡി. സതീശന്റെ കാര്യത്തിലാണ് കൂടുതൽ പ്രതിഫലിക്കുന്നത്. പഴയകാലത്തെ ശുഭം സ്ലൈഡുകൾക്കായി കാത്തുനിൽക്കാത്ത, സിനിമയുടെ ക്ലൈമാക്സ് മുൻകൂട്ടി കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന വേഗതയുള്ള ഈ തലമുറയ്ക്ക് മുന്നിൽ ചെന്നിത്തലയുടെ പഴയകാല പ്രസംഗങ്ങളെക്കാൾ പ്രിയം വി.ഡി. സതീശന്റെ തത്സമയ മറുപടികളാണ്, കൃത്യമായ കണക്കുകൂട്ടലുകളാണ്. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വി.ഡി. സതീശൻ അല്ലാതെ മറ്റൊരാൾ വന്നാൽ അത് യുവാക്കൾക്കിടയിൽ കോൺഗ്രസിന് ഇപ്പോഴുള്ള വിശ്വാസ്യതയും ആവേശവും നഷ്ടപ്പെടുവാൻ വളരെയധികം കാരണമായേക്കാം. രാഷ്ട്രീയമെന്ന് വെറും ഒരു വസ്തുതകളുടെ പന്തയമല്ല, മറിച്ച് അത് കൃത്യമായ അവതരണത്തിന്റെയും സോഷ്യൽ മീഡിയയിലെ പ്രതിച്ഛായയുടെയും കൂടി കളിയാണെന്ന സത്യം ഒരു തിരിച്ചറിഞ്ഞില്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വലിയൊരു വില നൽകേണ്ടി വരും. ഇതൊരു യാഥാർത്ഥ്യമാണ്. നിലവിലെ രാഷ്ട്രീയ ചർച്ചകളുടെ അന്തസത്ത അതിലേക്കാണ് ചൂണ്ടുന്നത്. കെ.സി. വേണുഗോപാൽ ഇവിടെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുമ്പോൾ നേരിടേണ്ടി വരുന്നത് ഒരുപാട് പ്രതിസന്ധികളാണ്.